പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമത്തിൽ ഏത് വകുപ്പാണ് മുനമ്പം നിവാസികൾക്ക് ആശ്വാസം പകരുന്നത് എന്ന് വ്യക്തമാക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ചോദിക്കുകയാണ്. മുനമ്പത്ത് കൈവശക്കാർക്ക് അവകാശം ലഭിക്കണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് തന്നെ. ആരാണ് മുനമ്പം നിവാസികളെ വഞ്ചിച്ചത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വഖഫ് ചെയ്ത ഭൂമി പിടിച്ചെടുക്കാൻ കഴിയുകയില്ല, എന്നാൽ അതിനുള്ള നിയമമാണ് ഇപ്പോൾ പാസാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ സംഘടന സർക്കാരിന്റെ നിലപാടിൽ മാറ്റമില്ല. മതന്യൂനപക്ഷത്തിന് സംരക്ഷണം ഇല്ലാതാക്കുന്നതാണ് വഖഫ് നിയമ ഭേദഗതി. വഖഫിൽ മുസ്ലിങ്ങളുടെ അവകാശം ഇല്ലാതാകുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നും TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്. ന്യൂനപക്ഷ അവകാശം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണ് വഖഫ് ഭേദഗതി നിയമം തന്നെ. RSSന്റെ വർഗീയ നിലപാട് കേന്ദ്രം നടപ്പാക്കുന്നു. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പം നിവാസികളെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുനമ്പത്തെ നിലപാട് സംസ്ഥാന സർക്കാർ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയ കാര്യമാണ്. മുനമ്പത്തെ കുടുംബങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ സ്വീകരിക്കുക തന്നെ വേണം. അവിടുത്തെ കുടുംബങ്ങളുടെ പക്ഷത്തിന് ഒപ്പമാണ് സർക്കാർ എന്നും TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്. അതേസമയം നിലമ്പൂരിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM വൻ വിജയം നേടുമെന്നും LDF കൺവീനർ പറയുന്നുണ്ട്. നിലമ്പൂർ CPMന്റെ സിറ്റിംഗ് സീറ്റാണ് എന്നും അൻവർ അവിടെ ഫാക്ടർ അല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. CPM സീറ്റുകളിൽ സ്വതന്ത്രയും പരിഗണിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ LDFന് ആശങ്കയില്ല എന്നും കേരളം ഒരു മൂന്നാം LDF സർക്കാരിലേക്ക് നീങ്ങുകയാണ് എന്നും TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്. അതേസമയം മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരങ്ങളായ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്, ലക്ഷ്യ എന്നിവ ലഭിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുകയാണ്. മികച്ച ആശുപത്രി സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കിയതിന് 92% സ്കോറോടെയാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം നേടിയിരിക്കുന്നത്. മാതൃ ശിശു പരിചരണത്തിന് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സിലേക്ക് ഉയർത്തിയതിന് മെറ്റേണൽ ഓപ്പറേഷൻ തിയേറ്റർ 95.74% സ്കോറും ലേബർ റൂം 90.25% സ്കോറും നേടിയാണ് ലക്ഷ്യ അംഗീകാരം നേടിയത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ 227 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് NQAS അംഗീകാരവും 14 ആശുപത്രികൾക്ക് ലക്ഷ്യ അംഗീകാരവും ലഭിച്ചതായി മന്ത്രി വ്യക്തമാക്കുകയാണ്.